കേരളത്തിന്റെ സാമ്പത്തിക വികസന ചരിത്രത്തിൽ തികച്ചും വിപ്ലവാത്മകവും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. മാറുന്ന ആഗോള സാഹചര്യങ്ങളെയും നൂതന സാങ്കേതിക വിദ്യകളെയും ഉൾക്കൊള്ളുന്നതിനൊപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. സദ്ഭരണവും സഹാനുഭൂതിയും എന്ന കേന്ദ്ര പ്രമേയത്തിലൂന്നി തയ്യാറാക്കിയ ഈ കന്നി ബഡ്ജറ്റ് പരമ്പരാഗതമായ പ്രഖ്യാപന ശൈലികളിൽ നിന്നും പൂർണ്ണമായി മാറി നടന്ന് കേരളത്തെ ഒരു പുതിയ കേരളപ്പിറവിയിലേക്ക് നയിക്കാനുള്ള കൃത്യമായ റോഡ് മാപ്പാണ് മുന്നോട്ട് വെക്കുന്നത്. മുൻ സർക്കാർ സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസ്സാക്കിയിരുന്ന പശ്ചാത്തലത്തിലാണ് അധികാരമേറ്റ പുതിയ UDF സർക്കാർ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ നയങ്ങളും ജനപ്രിയ വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളിച്ച ഈ പുതുക്കിയ ബഡ്ജറ്റ് സഭാസമക്ഷം സമർപ്പിച്ചത്. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും ശ്രദ്ധയും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു പ്രഖ്യാപനം കേരളത്തിലെ പുതിയ തലമുറയെ ലക്ഷ്യമിട്ടുള്ളതാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ചിന്തിക്കുകയും ഡിജിറ്റൽ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനസി യുവാക്കൾക്കായി ബഡ്ജറ്റിൽ പ്രത്യേക സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ മാറ്റിവെച്ചു. കേരളത്തിലെ ന്യൂജൻ തലമുറയുടെ അസാധാരണമായ ആശയങ്ങളെയും സംരംഭകത്വ മോഹങ്ങളെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു കൈത്താങ്ങായി ഈ സർക്കാർ സഹായം മാറും. പുതിയ സാങ്കേതിക വിദ്യകളും വിപ്ലവാത്മകമായ ആശയങ്ങളുമായി വിപണി കീഴടക്കാൻ ഒരുങ്ങുന്ന യുവാക്കൾക്ക് പലിശരഹിത വായ്പകൾ, സബ്സിഡികൾ, ആധുനിക സാങ്കേതിക പിന്തുണ എന്നിവ ഈ പദ്ധതിയിലൂടെ ഉറപ്പാകും. ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം മികച്ച അവസരങ്ങൾ തേടി മലയാളികളായ യുവജനങ്ങൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണത തടയാൻ ഈ പ്രഖ്യാപനത്തിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. യുവാക്കളുടെ ബുദ്ധിയും കഴിവും കേരളത്തിന്റെ തന്നെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ ഇത് വഴിയൊരുക്കും. തൊഴിലന്വേഷകരിൽ നിന്നും അവരെ വലിയ തൊഴിൽദാതാക്കളാക്കി മാറ്റുന്നതിലൂടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖല ഇനി പുതിയൊരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നതും ഉറപ്പാണ്. ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ജനപ്രിയവും ചരിത്രപരവുമായ പ്രഖ്യാപനം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് വലിയൊരു ആശ്വാസമേകുന്ന സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ്. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയവും കാരുണ്യം നിറഞ്ഞതുമായ നയങ്ങളുടെ ഓർമ്മപ്പെടുത്തലായ ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ നീക്കിവെച്ചു. ഗുരുതര രോഗങ്ങൾ ബാധിച്ച് കുടുംബങ്ങൾ കടക്കണിയിലാകുന്ന അവസ്ഥയ്ക്ക് ഇതിലൂടെ വലിയ പരിഹാരമാകും. സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ലോകോത്തര സയൻസ് ഗവേഷണ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ 100 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇത് ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കേരളത്തെ സഹായിക്കും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയുടെ സുരക്ഷിതത്വവും പരിചരണവും ഉറപ്പാക്കാൻ തികച്ചും ശാസ്ത്രീയവും മാനുഷികവുമായ സമീപനമാണ് ബഡ്ജറ്റിലുള്ളത്. മുതിർന്ന പൗരന്മാരുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനായി വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രം 10 കോടി രൂപ അനുവദിച്ചു. വിട്ടുമാറാത്ത കഠിനമായ രോഗങ്ങൾ ഉള്ളവരെ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയും ശാസ്ത്രീയമായ രീതിയിൽ പരിചരിക്കുന്നതിനായി സർക്കാർ കോളേജുകളിൽ പ്രത്യേക കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതുവഴി വയോജനങ്ങൾക്ക് മികച്ച പരിചരണം ലഭിക്കുന്നതിനൊപ്പം നിരവധി യുവാക്കൾക്ക് തൊഴിലവസരവും ലഭിക്കും. കേരളത്തിന്റെ വിപുലമായ തീരദേശ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഒരു അന്താരാഷ്ട്ര പോർട്ട് സിറ്റിയാക്കി മാറ്റാനുള്ള പദ്ധതിയാണിത്. സംസ്ഥാനത്തെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, കൊച്ചിയിലെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ സംയോജിപ്പിച്ച മിഷൻ സമുദ്ര പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇതിനായി 400 കോടി രൂപ വകയിരുത്തി. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റികൾ എന്നിവയെ സംബന്ധിച്ചുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുകയും ചെയ്യും. മാരിടൈം മ്യൂസിയത്തിന് 50 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് സുഗമമായ ഗതാഗതത്തിനായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ട്റിംഗ് റോഡ് എന്നിവയ്ക്കായുള്ള സ്ഥലമേറ്റെടുപ്പ് നിർമ്മാണവും വേഗത്തിലാക്കും. ഇരു തുറമുഖങ്ങൾക്കും ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ടുകൾ എന്നിവ സ്ഥാപിക്കും. ഗ്രീൻ ബാങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റും. കൂടാതെ വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രം സ്ഥാപിക്കുകയും ഇതിലൂടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരദേശവാസികളായ സാധാരണക്കാർക്ക് സംഭരണം നൽകുകയും ചെയ്യും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളെയും പ്രധാന ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റാൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 200 കോടി രൂപ വകയിരുത്തി. വിമാന അറ്റകുറ്റപ്പണി, പൈലറ്റ് പരിശീലനം എന്നിവയും ഇതിന്റെ ഭാഗമാകും. കൊച്ചി വിമാനത്താവളത്തിന് അനുബന്ധമായി ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാവുന്ന പ്രത്യേക പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തി. പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരള സെൽ രൂപീകരിക്കും.
റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് പദ്ധതിക്കായി 100 കോടി രൂപയും സതേൺ കേരള കോറിഡോറിനായി 50 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ വികസന കാഴ്ചപ്പാടുകൾ വിവരിക്കുമ്പോൾ തന്നെ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രവും ധനമന്ത്രി സഭയിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതത്തിൽ 20,500 കോടി രൂപയുടെ ഭീമമായി കുറവുണ്ടായതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് സർക്കാരിനുള്ളത്. മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി മാറുകയാണ്. ഇതിൽ റവന്യൂ വരുമാനത്തിന്റെ 20.9% പലിശ അടവുകളാണ്. വരാനിരിക്കുന്ന ശമ്പള പരിഷ്കരണം കടബാധ്യത ഇനിയും കൂട്ടും. മുൻ സർക്കാർ പ്രതീക്ഷിച്ച വരുമാനത്തിലെ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടയ്ക്കൽ 35,750 കോടി രൂപയായി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ മറ്റ് ബാധ്യതകൾ ഇവയാണ്: ക്ഷാമബത്ത കുടിശ്ശിക 2,670 കോടി രൂപ, ക്ഷേമാശ്വാസ കുടിശ്ശിക 14,387 കോടി രൂപ, ബിൽ ഡിസ്കൗണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ളത് 3,431 കോടി രൂപ, മാറ്റിവെക്കപ്പെട്ട മറ്റ് ബാധ്യതകൾ 9,245 കോടി രൂപ, കിഫ്ബിയുടെ 20,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് ബാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച കിഫ്ബിയുടെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാധാരണക്കാരെ കൈവിടില്ലെന്ന പ്രഖ്യാപനമാണ് ബഡ്ജറ്റിലുള്ളത്. KSRTCയിലെ സൗജന്യ യാത്ര അടക്കമുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. UDF വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 2,000 രൂപയിൽ നിന്നും 3,000 രൂപയാക്കുന്നത് ഘട്ടങ്ങളായി നടപ്പാക്കും. പെൺകുട്ടികൾക്ക് മാസം 1,000 രൂപ സഹായം ഉറപ്പാക്കും. വരുമാനവും ചെലവും തമ്മിലുള്ള വലിയ അന്തരം നിലനിൽക്കുമ്പോഴും വികസന മുരടിപ്പിലേക്ക് പോകാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള സ്മാർട്ട് ശ്രമമാണ് ധനമന്ത്രി VD സതീശൻ ഈ ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഒരു വശത്ത് മിഷൻ സമുദ്ര പോലെയുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ സംസ്ഥാനത്തിന്റെ ഭാവി വരുമാന സ്രോതസ്സുകൾക്ക് അടിത്തറയിടുമ്പോൾ തന്നെ മറുവശത്ത് 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ജൻസി സ്റ്റാർട്ടപ്പുകളിലൂടെയും സ്ത്രീ, യുവജന, വയോജന ക്ഷേമ പദ്ധതികളിലൂടെയും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും താങ്ങാവാനും ബഡ്ജറ്റിന് കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വളർച്ചയും കരുതലും ഒരുപോലെ സാധ്യമാക്കുന്ന വരാനിരിക്കുന്ന 5 വർഷത്തെ UDF ഭരണത്തിന്റെ കൃത്യമായ വികസന റോഡ് മാപ്പാണ് ഈ പുതിയ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്.